ഹലോ നമസ്കാരം, ഷാനി ഫൈറൂർ ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ മൂടാൽ ദർഗാ ഷെരീഫിലാണ് ഇത്ര നേരം ഉണ്ടായിരുന്നത്. അപ്പോൾ മൂടാൽ ദർഗാ ഷെരീഫിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മളുടെ ഹൈവേ വരുന്ന സമയത്ത് ഒരുപാട് വിഷയങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് ചർച്ചയിലുണ്ടായിരുന്ന ഒരു മക്ബറ കൂടിയാണ് മൂടാൽ ദർഗാ ഷെരീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലത്തെ ഞങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഏകദേശം ഞങ്ങൾ ലാസ്റ്റ് പോയത് മമ്പുറായിരുന്നു. മമ്പുറത്തെ സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇനിയുള്ള യാത്ര മൂടാലിലേക്ക് വന്നു. മൂടാലത്ത് കഴിഞ്ഞ് പൊന്നാനിയിലേക്ക് പോവുകയാണ്. അപ്പോൾ മൂടാൽ ദർഗാ ഷെരീഫിൻ്റെ വിശേഷങ്ങളും മൂടാൽ ദർഗാ ഷെരീഫിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. മൂടാൽ ദർഗാ ഷെരീഫ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം കുറ്റിപ്പുറം വളാഞ്ചേരി റൂട്ടിലാണ്. കുറ്റിപ്പുറത്തിൻ്റെയും വളാഞ്ചേരിയുടെയും ഏകദേശം സെൻട്രലായിട്ടാണ് മൂടാൽ എന്ന് പറയുന്ന സ്ഥലവും ഈ മക്ബറയും സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഹൈവേ വന്നതിന് ശേഷം മുമ്പ് ഹൈവേ വരുന്നതിന് മുമ്പ് നമ്മുടെ റോഡ് സൈഡിനോട് ചേർന്ന് തന്നെയായിരുന്നു ദർഗാ ഷെരീഫിൻ്റെ സ്ഥാനം. ഇപ്പോൾ ഹൈവേ ഒക്കെ വന്നതിന് ശേഷം സർവീസ് റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം വളാഞ്ചേരിയിൽ നിന്നും വരുന്നവർക്ക് സർവീസ് റോഡിലൂടെ പോകുമ്പോൾ തന്നെ ഇപ്പോൾ ഒന്നുകൂടെ മക്ബറയെ ഒന്നുകൂടെ വിപുലമായി തന്നെ പണിത് നല്ല രീതിയിൽ വണ്ടി പാർക്ക് ചെയ്യാനും അല്ലെങ്കിൽ അവിടെ വന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി സ്പേസും കൂടി അവർ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം കുറ്റിപ്പുറം അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്കാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡിൽ പോയി കഴിഞ്ഞാൽ മൂടാൽ ജംഗ്ഷനിലെ പാലം കയറി യൂട്ടൻ അടിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദർഗാ ഷെരീഫിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ദർഗാ ഷെരീഫിൻ്റെ കുറച്ച് വീഡിയോ നമുക്ക് കാണാം. സർവലോകത്തിൻ്റെ മൺതരിയതിൻ്റെ സർവലോകത്തിൻ്റെ മൺതരിയതിൻ്റെ നാഥൻ അല്ലാഹ് നാഥ നാഥ നീയേക ഇലാഹ നാഥ നാഥ നീയേക ഇലാഹ സർവലോകത്തിൻ്റെ മൺതരിയതിൻ്റെ സർവലോകത്തിൻ്റെ മൺതരിയതിൻ്റെ നാഥൻ അല്ലാഹ് നാഥ നാഥ നീയേക ഇലാഹ നാഥ നാഥ നീയേക ഇലാഹ. എല്ലാം കാണുന്നു നീ എൻ്റെ റബ്ബേ, എല്ലാം കേൾക്കുന്നു നീ എൻ്റെ റബ്ബേ, കൽബിലേക്കാണ് നോട്ടം നിൻ റബ്ബേ, എല്ലാം കാണുന്നു നീ എൻ്റെ